ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാർക്ക് ചെയ്ത ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ. അത് നമ്മൾ കസ്റ്റമർ അയച്ചു തന്നെ തന്നെയാണ്. എന്ന് തുടങ്ങിയാലോ? അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ആംഗുലർ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്കെയിൽ എവിടുന്നാണ് വാങ്ങിയതെന്ന് ചോദിക്കണ്ട കേട്ടോ. കാരണം ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്ത ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് കേട്ടോ ഇത്. അത് എനിക്ക് കുറേ കാലമായിട്ട് അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതിന് നല്ലൊരു ഉപകാരമുണ്ട് കേട്ടോ. നമുക്ക് ഈ സർക്കിളൊക്കെ വരയ്ക്കാൻ നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. നടുവിലായിട്ട് നമ്മളൊരു 3 ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കസ്റ്റമർ അയച്ചു തന്ന പിക്ക് കണ്ടില്ല, ആ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ത്രെഡ് വർക്ക് കൊണ്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഡോക്ടർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞത്. അവർക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണ് കേട്ടോ. ആ ഒരു ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഷാളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഷാൾ ഇതേപോലെ ഈ ഒരു ഫ്ലവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരെൻ്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ. കാരണം അവരുടെ ഒട്ടുമിക്ക ഡ്രസ്സുകളും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ഡിസൈനാണ് മാഡത്തിന് ആവശ്യമുള്ളത്. അതും അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ ചെയ്യാറ്. ഈ ഒരു ഡ്രസ്സിന് തന്നെ ആ ഒരു നെക്കിൽ ആ ഒരു പോർഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞത് ദുപ്പാട്ടയിൽ ഈ ഒരു സിമ്പിൾ ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യുന്നത് അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സെയിം ഫ്ലവറിൻ്റെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ത്രെഡ് വർക്ക് വെച്ചിട്ട് എന്ത് വർക്ക് ചെയ്താലും നല്ല അടിപൊളി ലുക്കാണല്ലേ. നമ്മൾ ഹെവി ലുക്ക് തോന്നിക്കുന്ന, സിമ്പിൾ ലുക്ക് തോന്നിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ ത്രെഡ് വർക്ക് കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണല്ലേ. ഇങ്ങനെ ഇതുപോലെ ഡെയിലി വർക്കിനൊക്കെ ഇറങ്ങുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ റേറ്റിൽ ക്ലോത്തൊക്കെ എടുത്തിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ കൊടുത്താൽ നല്ല അടിപൊളി ഡിസൈൻ ആവും കേട്ടോ. എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ ക്ലോത്തും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ. ഞാൻ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിൽ നിന്നാണ് എടുക്കാറ്. നമ്മൾ സ്ഥിരം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അവർ തരാറുണ്ട്. ഇനി ബൾക്കായിട്ടുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് കസ്റ്റമർ മാഡം തന്നെ ക്ലോത്ത് എടുത്ത് അവർ ഇതുപോലെ ബൾക്കായിട്ട് എടുത്ത് മാഡം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണതാണ് കേട്ടോ. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഡം തന്നെ തന്നതാണ് കേട്ടോ ക്ലോത്തും കാര്യങ്ങളൊക്കെ. നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണിത്. അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാനൊക്കെ. കാരണം പെട്ടെന്ന് പിന്നാനും ഇതാക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂചി നൂലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ബൾച്ചാൽ മതി, അതൊന്ന് ജസ്റ്റ് വലിഞ്ഞു പോകാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മളുള്ള ഫ്ലവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ ഫ്ലവേഴ്സിൻ്റെ ഔട്ടർ ലൈൻ പോലെ വരയ്ക്കുക. റെഡും അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ കളർ തീം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് ഫ്ലവറിൽ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ അങ്ങനെ ചെയ്യുകയാണ്.
അങ്ങനെ ഔട്ടർ ലൈനൊക്കെ ഫുള്ളായതിന് ശേഷം ദേ താഴത്തോട്ടൊരു ജസ്റ്റ് ചെറിയൊരു സ്റ്റെമ്മ് പോലെ കൊടുക്കുകയാണ് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊരു വളഞ്ഞ രീതിയിലാണ് കൊടുക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്നും കൂടെയൊക്കെ ലെവലാക്കാം കേട്ടോ. പക്ഷേ നമുക്ക് തന്ന പിക്കിൽ ഈ ഒരു മോഡൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് സിമ്പിളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ആഡിങ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഫ്ലവേഴ്സ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഒന്നുകൂടി കാണിക്കുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇന്നത്തെ ഈ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഈ ഒരു വർക്ക് നമുക്ക് ദുപ്പട്ടയിൽ മാത്രമല്ല കേട്ടോ, ടോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഓർഡർ തരാനുള്ള വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടേ. നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അത് ആ കസ്റ്റമർ ഇട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമ്മൾ ചെയ്ത വർക്ക് മറ്റുള്ളവരിട്ട് കാണുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഷാൾ വന്നിട്ടുള്ളത്. ഷാളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഈ ഷാളിന് നമ്മൾ ഒരു റെഡ് ലൈസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ.